ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ മഴയില്ല, നല്ല ചൂടാണ്. ഞാൻ ഇന്ന് പറയാൻ വന്ന ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ നല്ല 2 ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗം വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. അതായത് നമുക്ക് ഹൃദ്രോഗം വന്ന് ചികിത്സയിലായിരിക്കുന്നവരും ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസിൻ്റെ ഒരു ലക്ഷണമുള്ള ആൾക്കാർ പോലും ചെയ്യേണ്ടൊരു ടിപ്സാണ്. എല്ലാവർക്കും വരുന്നതിന് മുന്നേ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ടിപ്സാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സാധാരണ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനമാണ്, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി എടുത്ത ശേഷം നല്ലപോലെ അടിച്ച് നല്ല ക്രീമി പരുവം, അതായത് നല്ല പൾപ്പ് കണക്കാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് വെണ്ണ കൂടി ആഡ് ചെയ്ത ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുക. ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിലെ ഗ്യാസിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം വളരെ നല്ല ഉപകാരമാണ് ഈ ഒരു ടിപ്സ്. ഇനി നിങ്ങൾക്കൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ജീവികൾ കടിക്കാത്ത ആൾക്കാരും കാണില്ല. ചില ആൾക്കാർ പാമ്പ്, ചിലർ പാമ്പൊക്കെ കടിക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ പഴുതാര, തേളൊക്കെ കുത്താറുണ്ട്. അപ്പോൾ തേൾ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പെട്ടെന്നുള്ളൊരു തേൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് പാമ്പാണെന്ന് വിചാരിക്കും. ഭയങ്കരമായ വേദനയും നീരും പുകച്ചിലും ഒക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ വെറ്റില നീരെടുക്കുക. അതിലേക്ക് നമ്മുടെ കറി വയ്ക്കുന്ന കായം കൂടി ആഡ് ചെയ്ത ശേഷം അത് ആ കടിച്ച ഭാഗത്ത് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ്. കടിച്ച പാടുപോലും കാണത്തില്ല, വേദനയെല്ലാം പെട്ടെന്ന് ശമിക്കുന്നതാണ് കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരിത് ചെയ്ത് നോക്കുക. ടിപ്സ് എല്ലാം ഓർമ്മിച്ച് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്ക് എടുത്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞിരുന്ന ടിപ്സുകൾ നിങ്ങൾ നോക്കുക. ഇത് കേട്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നല്ല ചൂടാണ് കൂട്ടുകാരെ, മഴ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. മഴക്കോൾ വന്നിട്ട് മഴ പെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ കാലാവസ്ഥ ഒരുപാട് മാറ്റമാണ്, നല്ല രീതിക്ക് ചൂട്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ശരിക്കും വെള്ളം കുടിക്കുക. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.